കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയാണ്. സോ ഹൗ ഐ സ്റ്റാർട്ടഡ് എഗെയിൻ എന്ന് ചോദിച്ചാൽ, ഞാൻ മാസ്റ്റേഴ്സിന് ജോയിൻ ചെയ്തു. ഇപ്പം ഞാൻ ഹാപ്പി ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അന്ന് എനിക്ക് വർക്കൊന്നുമില്ല, ഏണിങ്സ് ഒന്നുമില്ലല്ലോ എന്നാലോചിച്ച് ഞാൻ കരഞ്ഞിരുന്ന സമയത്ത് ഞാനൊരു ചെറിയ ഓൺലൈൻ കുർത്തി സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ അതെൻ്റെ നിന്ന് പാളിപ്പോയി. കാരണം ആ സമയത്ത് എനിക്ക് ബാക്ക് സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വീട്ടുകാരൊക്കെ നാട്ടിൽ പോയി. ഹസ്ബൻഡ് ഞാനും മാത്രമായി. അപ്പോൾ ഹസ്ബൻഡ് അത്യാവശ്യം വർക്ക് പ്രഷറൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. അപ്പോൾ എന്നെ ഇതിലും കൂടെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് കുട്ടിയുടെ കാര്യം പഠിത്തം എല്ലാം കൂടെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തൽക്കാലം ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ എനിക്ക് ക്ലയൻസിനെയൊക്കെ കിട്ടി തുടങ്ങി. അപ്പോൾ ഞാനിപ്പം 1-2 വർക്കുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഏണിങ്സും ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു തോട്ട് വരികയാണ്, ഇപ്പോൾ എന്താ ഞാൻ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചൊരു തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ആ സമയത്ത് എന്താണോ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പാഷൻ, ചിലപ്പോൾ നിങ്ങൾക്കൊരു കുഞ്ഞു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിരിക്കാം, നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ കോഴ്സ്, കാരണം നമുക്കൊരു ഗ്യാപ്പ് വരരുത്, നമ്മുടെ കരിയറിൽ ഒരു ഗ്യാപ്പ് വരാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്ത് നിങ്ങൾ പഠിക്കുക. നമുക്കിപ്പോൾ വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകളുണ്ടല്ലോ. അതുപോലെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ബിസിനസ്സുകളുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുറേയൊക്കെ നമ്മുടെ ഈ ഒരു തോട്ടിനെ ഒന്ന് അകറ്റി നിർത്താൻ പറ്റും. ഇനിഷ്യലി ഞാൻ പറയട്ടെ, നമ്മുടെ കുട്ടികൾക്ക് നമ്മളെ ആവശ്യമാണ്. കാരണം അവർ ഈ ഒരു ലോകത്തേക്ക് നമ്മളെ പ്രതീക്ഷിച്ചാണല്ലോ വരുന്നത്. നമ്മൾ നമ്മുടെ ബെറ്റർ അവർക്ക് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ടേക്ക് കെയർ ചെയ്യുകയും വേണം. സോ ആ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് വരും. അതാണ് നമ്മൾക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട.